നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കോൺഗ്രസിന്റെ വെളുപ്പിക്കൽ നടപടി തേഞ്ഞു എന്ന അവസ്ഥയാണിപ്പോൾ. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ജൂൺ 25 സംവിധാൻ ഹത്യാ ദിവസ് ഭരണഘടനാ കൊലപാതക ദിനം ആയി ആചരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരുന്നു. ഇതിനെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി. ഹത്യാ ദിവസം ആചരിക്കുന്നതിൽ ഭരണഘടനയെ അവഹേളിക്കുന്നതായി കണക്കാക്കാനാവില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയത്. അധികാര ദുർവിനിയോഗത്തെയും ഭരണഘടനാ വ്യവസ്ഥകളുടെ ദുരുപയോഗത്തെയുമാണ് വിജ്ഞാനം സൂചിപ്പിക്കുന്നത്. ഈയൊരു വ്യാഖ്യാനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഹത്യാ സംവിധാൻ എന്ന വാക്കുകൾ വിജ്ഞാപനത്തിൽ ഉപയോഗിച്ചതെന്നും കോടതി നിരീക്ഷിച്ചു. ജൂലൈ 12 പുറപ്പെടുവിച്ച വിജ്ഞാപനം ഭരണഘടനയുടെ 352 അനുച്ഛേദം പ്രകാരമുള്ള അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന് എതിരല്ലെന്നും മറിച്ച് അധികാര ദുർവിനിയോഗം, ഭരണഘടനാ വ്യവസ്ഥകളുടെ ദുരുപയോഗം, തുടർന്നുള്ള കാര്യങ്ങൾ എന്നിവ എടുത്തുകാട്ടിയതായി ചീഫ് ജസ്റ്റിസ് മൻമോഹൻ, ജസ്റ്റിസ് തുഷാർ റാവു ഗഡേല എന്നിവരടങ്ങിയ ബെഞ്ച് വിധിച്ചു. വിജ്ഞാപനം ഭരണഘടനയെ ലംഘിക്കുകയോ അനാദരവ് കാണിക്കുകയോ ചെയ്യുന്നില്ല. ഹർജി തള്ളിക്കൊണ്ട് കോടതി പറഞ്ഞു. അന്നത്തെ സർക്കാർ അധികാര ദുർവിനിയോഗം നടത്തുകയും ഇന്ത്യയിലെ ജനങ്ങൾ അതിക്രമങ്ങൾക്കും വിധേയരാവുകയും ചെയ്തു. ഇന്ത്യൻ ഭരണഘടനയിലും ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയുള്ള ജനാധിപത്യത്തിന്റെ ശക്തിയിലും ഇന്ത്യയിലെ ജനങ്ങൾ ഉറച്ച വിശ്വാസമുണ്ടെന്നും അത് കൂട്ടിച്ചേർത്തു. അതിനാൽ അടിയന്തരാവസ്ഥ കാലത്ത് അധികാര ദുർവിനിയോഗം സഹിച്ചവർക്കും അതിനെതിരെ പോരാടിയവർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കാനും ഇന്ത്യയിലെ ജനങ്ങൾ ഒരു തരത്തിലും ഇതിനെ പിന്തുണയ്ക്കരുതെന്ന് ബോധവാന്മാരാക്കാനായി ജൂൺ 25 ഇന്ത്യ ഗവൺമെന്റ് സംവിധാൻ ഹത്യാ ദിവസ് ആയി പ്രഖ്യാപിക്കുന്നു. ഭാവിയിൽ ഇത്തരം കടുത്ത അധികാര ദുർവിനിയോഗം നടക്കാതിരിക്കാനുമാണെന്നും ഇതിൽ പറയുന്നു. ഭരണഘടനയ്ക്കൊപ്പം ഹത്യ എന്ന പദപ്രയോഗം ഭരണഘടനയെ അപമാനിക്കുന്നതാണെന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം. കഴിഞ്ഞ ജൂലൈ 12 ആഭ്യന്തര മന്ത്രാലയം ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ദിനമായ ജൂൺ 25 ഇനി മുതൽ സംവിധാൻ ഹത്യാ ദിവസാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രഖ്യാപിച്ചു. മനുഷ്യത്വരഹിതമായ നടപടിക്ക് ഇരയായവർക്കും അടിയന്തരാവസ്ഥയുടെ പീഡനമേറ്റവർക്കും വേണ്ടിയാണ് സംവിധാൻ ഹത്യാ ദിവസ് സമർപ്പിക്കുന്നതെന്ന് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.